സജ്ജനങ്ങൾക്ക് പ്രണാമം. ഒരിക്കൽ കൂടി രാമായണ മാസം വന്നുചേർന്നിരിക്കുകയാണ്. രാമായണം പാരായണം ഇന്ന് മുതൽ കേരളത്തിലെ എല്ലാ ഗൃഹങ്ങളിലും ദേവാലയങ്ങളിലും മുഴങ്ങാണ് ചെയ്യുക. മലയാളികൾ മാത്രമാണ് കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങളുമുണ്ട്. പ്രകൃതിയിൽ സൂര്യൻ്റെ സഞ്ചാരക്രമം ഉത്തരായണം ദക്ഷിണായണം എന്നീ രണ്ട് ഭാഗങ്ങളിലൂടെയാണ് പ്രകൃതിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നത്. പ്രകൃതിയിലുള്ളതായ ഈ സൂര്യൻ്റെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കി തന്നെ നമ്മുടെ ശരീരത്തിലും പ്രാണനാകുന്ന സൂര്യൻ്റെ സഞ്ചാരമുണ്ട്. സുഷുമ്നാ നാഡിയിൽ ഇട പിംഗള എന്നീ രണ്ട് നാഡികളിലൂടെ നമ്മുടെ പ്രാണസൂര്യൻ്റെ സഞ്ചാരം. അത് ശ്വാസത്തെ മുകളിലോട്ടെടുക്കുന്നത് ഉത്തരായണ ഘട്ടമായിട്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നീട് ശ്വാസത്തെ വിനിർഗമിക്കുന്നതാകട്ടെ അത് ദക്ഷിണായനമായിട്ടാണ് പറയുക. പൊതുവെ ഉത്തരായണം വളരെയധികം പുഷ്കലമായ മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ദേവാലയങ്ങളിൽ ദേവപ്രതിഷ്ഠകളും ഒക്കെ നടക്കുന്നത് ഉത്തരായണ കാലഘട്ടത്തിലാണ്. ആ ദേവന്മാരുടെ കാലഘട്ടമാണ് ഉത്തരായണം. ദക്ഷിണായനം പിതൃക്കളുടെ കാലഘട്ടമായിട്ടാണ് പറയുക. അപ്പം ഇവിടെ രാമായണം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പാരായണത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ കേരളത്തിൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയായിരിക്കും. പണ്ട് കാലത്ത് കേരളത്തിലെ ജനങ്ങളെ കൂടുതലും കൃഷി ആശ്രയിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ മഴക്കാലമായാൽ കർക്കിടക മാസത്തിൽ കൃഷികളൊക്കെ നശിച്ചിട്ട് സർവത്ര വെള്ളം കയറി ജനങ്ങളൊക്കെ വളരെ പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന കാലഘട്ടമായിരിക്കും. ആ ഘട്ടത്തിൽ നമ്മുടെ മനസ്സും വളരെയധികം മലിനമായ കാലഘട്ടമായിരിക്കും ആ സമയത്തുണ്ടാവുക. അപ്പോൾ പ്രകൃതിയിലുള്ളതുപോലെ തന്നെ മനുഷ്യ മനസ്സും മലീമസവും ദുഷ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ രാമായണ പാരായണം ഉള്ളതായ കാര്യങ്ങൾ നടക്കുന്നത്. പൊതുവെ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി കർക്കിടക മാസത്തിൽ നമ്മൾ ചികിത്സകൾ നടത്താറുണ്ട്. ഉഴിച്ചൽ പിഴിച്ചലൊക്കെ നമ്മൾ നടത്തിയിട്ട് നമ്മൾ ശരീരത്തെ പോഷിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ എന്ന് പറയുന്നത് കേവലം ഈ പഞ്ചഭൂതാത്മക ശരീരം മാത്രമല്ല, ഇതിനുള്ളിലുള്ള ആത്മാവ് കൂടിയാണ് നമ്മൾ. ദേഹോഹമല്ല ശിവോഹം എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ശരീരത്തെ പോഷിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും നമ്മൾ പോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ ഈ കർക്കിടക മാസത്തിൽ മനസ്സൊക്കെ വളരെയധികം വിഷമിച്ച് പട്ടിണി പരിപാടിയിൽ കഴിയുന്ന സമയത്ത് മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിന് ആധ്യാത്മികമായ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സംസ്കാര അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമായണം പോലുള്ളതായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഗ്രന്ഥങ്ങളും നമുക്ക് ഉണ്ട്. 18 പുരാണങ്ങൾ 108 ഉപനിഷത്തുകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും രാമായണത്തെ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം രാമായണം എന്ന് പറയുന്നത് അത് രാമന്റെ അയനമാണ്. എന്തുകൊണ്ടാണ് രാമായണത്തിന് മറ്റു ഗ്രന്ഥങ്ങളേക്കാൾ പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചാണെങ്കിൽ, ഈ സമയത്താണ് യുധിഷ്ഠിരൻ ഭീഷ്മനോട് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. അവിടെ ഭീഷ്മനോട് ചോദിക്കുകയുണ്ടായി യുധിഷ്ഠിരർ, കിമേകം ദൈവതം ലോകെ കിം വാപ്യേകം പരായണം സ്തുവന്തകം അർച്ചന്തഃ പ്രാപ്തൂർ മാനവഃ ശുഭം കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മത കിം ജവൻ മുച്ചതേ ജന്തു ജന്മസംസാരബന്ധനാത്. യുധിഷ്ഠിരന്റെ ചോദ്യമായിരുന്നു, നമ്മൾ ഈ ജന്മസംസാരത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടി നമ്മൾ എന്താണ് ജപിക്കേണ്ടത്, ആരെയാണ് അർച്ചിക്കേണ്ടത്, എന്താണ് പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെ ധർമ്മപുത്രര് ഭീഷ്മപിതാവിനോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഭീഷ്മർ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായ കാര്യം. അദ്ദേഹം ഭീഷ്മരുടെ വാക്കുകൾ
ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം. ജഗത്പ്രഭുവിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. ദേവദേവം അനന്തം പുരുഷോത്തമം, അതാണ് പുരുഷോത്തമനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. ഉത്തമ പുരുഷൻ. ഇപ്പൊ ഉത്തമ പുരുഷൻ ആരാണ് എന്നുള്ളത് നോക്കുമ്പോഴാണ് രാമായണത്തിന്റെ മഹത്വം. വാത്മീയ മഹർഷി രാമായണം എഴുതിയതിന്റെ പശ്ചാത്തലമായി പറയുന്നത്, ഒരിക്കല് വാത്മീയ മഹർഷി നാരദ മഹർഷിയോട് ചോദിച്ചത്രേ, ലോകത്തിൽ ഏറ്റവും വീരവാനും ഉത്കൃഷ്ടനുമായ മനുഷ്യൻ ആരാണ്? കോൻ അസ്മിൻ സമ്പ്രദം ലോകെ കശ്ച വീരവാൻ ഗുണവാൻ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ലോകത്തിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഉത്തമ പുരുഷൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകി പറഞ്ഞതാണത്രേ രാമായണം, രാമന്റെ കഥ. ആദ്യമായിട്ട് ഉത്തമ പുരുഷനെ കുറിച്ച്, ഉത്തമ നരനെ പറ്റി അറിവ് നൽകിയതിനാൽ ആ മഹർഷിയെ നാരദൻ എന്നും വിളിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പോ രാമായണത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ രാമായണത്തെ പ്രാധാന്യം എവിടെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കർക്കിടകത്തിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം രാമായണം പാരായണം ചെയ്യുന്നു. ഇത് മനുഷ്യഹൃദയത്തിൽ സാംസ്കാരികമായ അവബോധം ഉളവാക്കുവാനും ധാർമ്മികബോധം വളർത്തുവാനും പര്യാപ്തമായതാണ് രാമായണ ഗ്രന്ഥം. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളൊന്നാണ് ശ്രീരാമൻ. അവതാരങ്ങൾ പലതുണ്ടെങ്കിലും എല്ലാ അവതാരങ്ങളും ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ രാമാവതാരത്തെ പറ്റി പറയുന്നത്, രാമാവതാരം എന്നുള്ളത് കേവലം ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, അത് മർത്യശിക്ഷണത്തിന് വേണ്ടി കൂടിയാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. രാമാവതാരം മർത്യശിക്ഷണമാണ് ഉദ്ദേശിക്കുന്നതും കൂടി പറയുന്നു. ഇപ്പോൾ രാമായണത്തിന് മഹത്വം അതൊക്കെയാണ്. അതിനാൽ കർക്കിടക മാസത്തിലുള്ള രാമായണ പാരായണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ധാർമ്മിക ബോധം ഉളവാക്കുവാനും സഹായിക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളും മറ്റും ശിഥിലമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാമായണ ഗ്രന്ഥത്തിൻ്റെ മഹത്വം വളരെ വിശേഷപ്പെട്ടതാണ്. രാമായണം എല്ലാ ആളുകളും വായിച്ച് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടാൽ നമുക്ക് സമൂഹത്തിൽ ആരും പ്രശ്നക്കാരായിട്ട് മാറില്ല. എല്ലാ മനുഷ്യരും നല്ല രീതിയിൽ വളരും. ഇവിടെ കുടുംബ ബന്ധങ്ങൾ ഭദ്രമാകും. ഇതൊക്കെ സൂചിപ്പിക്കുന്ന രാമായണം എന്തുകൊണ്ടും പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് എന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് രാമായണ പാരായണം ആരംഭിക്കാം. ഓ ഓ ഓ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഹവരം വ്യാഖ്യാന്തം ഭരതാദിഭിः പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ഓം ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീ സീതാലക്ഷ്മണ ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണ് ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൃദാനം വന്ദിച്ചു വന്ദ്യന്മാര് ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക അനാരതമെന്നുട നാവു തന്നേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ വാരജോദ്ഭവമുഖ വാരിതവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൂരു വാത്മിക കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമപരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജസരാരാധി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണം ഭുജലീനവാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരീ കാണായൂരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ദാദ്രശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിയാം ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്തി വിദ്യകളെല്ലാം ചേതതി തെളിഞ്ഞുള്ള നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയാൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി സ്തുതിവാക്യാത്മാ ദിനപതി കേടനാംപതി
ജഗതി ചരാചര ജന്തുക്കളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണമെന്നകമേ സുഖമേ ഞാനനി സംബന്ധിക്കുന്നേൻ. അഗ്രജൻ മമ സദാ വിദൂഷാം അഗ്രേസരൻ മമ മൽ ഗുരുനാഥൻ ഏകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതോ 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചൂരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടു താഥ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാത്മീകതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണവൻ നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാൽ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്നിഗ്ധമീ ജന്മം കൊണ്ട്. ഭക്തി കൈ കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമക്തുക്കളായുള്ളോരീ കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം. ദുഗ്ധബ്ധിമധ്യേ ഭോഗിസത്തവനായി എടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടോ. നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. കൈലാസാചലേ സൂര്യകോടി ശോഭിത വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ ദേവാതിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു. വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമപതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വരാ പൂജി. സർവലോകവാസ സർവേശ്വര മഹേശ്വര. സർവസംഘര ശരണാഗത ജനപ്രിയ. സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പു. ആകയാ ഞാനൊന്നുണ്ട് നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവദത്തം ഉപദേശിച്ചിടണം. തത്വവേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യായോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാസമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണോ നിന്തിരുവടി എഴുതത് കേട്ടത് മൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചെയ്തതി ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മഹാത്മൻ കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ. അതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരവടി ഒഴിഞ്ഞില്ലത് ചൊൽവാൻ. ഈശ്വരീ കർദ്യായണി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാധ്യാതനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യകേ പാർവതി ഭദ്രേ. നിന്നോളമാർക്കുമില്ല ബവൽ ഭക്തിനാഥേ
ശ്രീരാമദേവദത്തോ കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പതിതെല്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളോരോ പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിതിശയം പുരുഷോത്തമെന്തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു. സാരമായുള്ള തത്വം ചൊല്ലുവിൻ കേട്ടാലും നീ, ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ വരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാധിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മോ, ജഗതുൽഭവസ്ഥിതി പ്രളയ കർത്താവായ ഭഗവാൻ, വിരിഞ്ച നാരായണ ശിവാത്മകൻ, ആദ്യനായി അദ്വയൻ അജനവ്യയൻ ആത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംപ്രദമാകമൂലം, സീതാരാഘവങ്ങൾ സൂനസംവാദ മോക്ഷസാധനം ചൊല്ലുവിന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ. രാമായണം എഴുത്തച്ഛൻ രാമായണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ രാമായണം എഴുതുന്നതിന് ഗുരുജനങ്ങളുടെ അനുഗ്രഹം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാമായണം തുടങ്ങിയിരിക്കുന്നത്. പാർവതിക്ക് പരമശിവൻ രാമായണം ഉപദേശിക്കുന്ന രൂപത്തിലാണ് ഇവിടെ രാമായണം പറഞ്ഞിരിക്കുന്നത്. രാമായണം പണ്ട് ബ്രഹ്മാവാണത്തിലെ രചിച്ചത്. പിന്നീട് ഭൂമിയിൽ വെച്ച് ആ രാമായണം നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ശ്രീരാമായണം പുരാ വിരഞ്ച വിരചിതം, 100 കോടി ഗ്രന്ഥമുണ്ട്, 100 കോടി രാമായണ ഗ്രന്ഥമുണ്ടെന്ന് പറയുന്നു. രാമായണത്തിൻ്റെ സീതയെ ശ്രീരാമൻ കാട്ടിൽ പോകുന്ന സമയത്ത് കൂടെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ സീത പറയുന്നുണ്ട്, സീതയെ കൂടാതെ ശ്രീരാമൻ കാട്ടിൽ പോയതായിട്ട് എവിടെയാണ് കേട്ടിട്ടുള്ളത്? മഹർഷിമാർ രാമായണ കഥ പലപ്പോഴും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും സീതയെ ഉപേക്ഷിച്ചിട്ട് ശ്രീരാമൻ പോയതായി കേട്ടിട്ടില്ലോ എന്ന് അവിടെ സീത തന്നെ ശ്രീരാമനോട് ചോദിക്കുന്നു. അപ്പോൾ ധാരാളം രാമായണ ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾക്കിപ്പോൾ കിട്ടിയതായത് രാമായണം. രാമനാമത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുന്നം മാമുനി പ്രവണനായി വന്നത് കണ്ട് വാത്മീയ മഹർഷി രാമനാമം ജപിച്ചിട്ട് ആ മനസ്സിലുള്ളതായ ആ കാട്ടാളത്തമൊക്കെ നീങ്ങിയിട്ട് മഹർഷിയായി മാറി. ആ മഹർഷിയുടെ രാമായണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാത്മീകിക്ക് രാമായണം നാരദ മഹർഷിയാണത്രേ പറഞ്ഞു കൊടുത്തത്. ശ്രീരാമന്റെ കഥ അത് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. സരസ്വതി ദേവി വാത്മീകിയുടെ നാവിന്മേൽ കുടികൊള്ളുകയുണ്ടായി. അങ്ങനെ രാമായണത്തെ പകർത്തി എന്നാണ് രാമായണത്തെ പറ്റി ഇവിടെ പറഞ്ഞു വരുന്നത്. പരമേശ്വരനോട് പാർവതി ചോദിക്കുകയാണ്, വളരെയധികം രഹസ്യമായ വസ്തുവാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭക്തിയുള്ള ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനാൽ ഭഗവാൻ ശ്രീരാമന്റെ തത്വം എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പാർവതിദേവി പരമേശ്വരൻ ആവശ്യപ്പെടുകയും ആ സമയത്ത് പാർവതി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ശ്രീരാമന്റെ കഥ കേൾക്കാൻ വേണ്ടി തോന്നുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്, നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ കഥ പാർവതിദേവിക്ക് പറഞ്ഞുള്ള രൂപത്തിലാണ് ഇവിടെ വാത്മീയ രാമായണത്തിന്റെ ഇവിടെ രാമായണം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ഓരോ ഭാഗങ്ങളായിട്ടാണ് പിന്നീട് പറഞ്ഞു വരുന്നത്. ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം മുതൽ രാമായണത്തിന്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാം. എല്ലാവർക്കും പ്രണാമം.